ഇപ്പോൾ അശ്വിൻ പാലാഴിയുമുണ്ട്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ നെയ്തലക്കാവ് ഭഗവതിയുടെ തടംപേറ്റി എഴുന്നള്ളത്തിനൊരുങ്ങുകയാണ്. വിവരങ്ങൾ നൽകും അശ്വിൻ പാലാഴി. അശ്വിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, ഇപ്പോൾ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തിരുവമ്പാടിയിൽ എത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് ഏകദേശം തൊട്ടടുത്താണ്, ഏകദേശം 1 കിലോമീറ്റർ 500 മീറ്റർ അടുത്ത് മാത്രമാണ് ഈ പൂര നഗരിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. എന്തായാലും വലിയ ആവേശത്തോടെ തിരുവമ്പാടിയിലേക്ക് എത്തിയപ്പോൾ ആർപ്പുവിളികളോടെയാണ് രാമനെ സ്വീകരിച്ചുകൊണ്ട് ആളുകൾ എത്തുന്നത്. എന്തായാലും അവിടെ നെയ്തലക്കാവിൽ നിന്ന് ഇറങ്ങിയതിലധികം ആളുകൾ ഇപ്പോൾ ഈ രാമനെ അനുഗമിച്ചുകൊണ്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വലിയൊരു ആവേശത്തിലേക്ക്, ആ പൂരത്തിന്റെ ഒരു പക്ക വൈബിലേക്ക് ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പൂര നഗരിയിലേക്ക് എത്തുമ്പോൾ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആളുകൾ ഓരോന്നായി വഴികളിൽ സ്വീകരണത്തിന് നിൽക്കുന്ന ആളുകൾ അതിനൊപ്പം അനുഗമിച്ചുകൊണ്ട് ഒരു വലിയൊരു ജനസാഗരമായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. നാഗസ്വരത്തിന്റെ അകമ്പടിയോടുകൂടി എന്തായാലും അല്പസമയത്തിനുള്ളിൽ പൂര നഗരിയിലേക്ക്, പൂര ക്ഷേത്രത്തിലേക്ക് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ നെയ്തലക്കാവിൽ അമ്മയുമായി പ്രവേശിക്കും. അതെന്തായാലും ഒരു സമാനതയില്ലാത്ത ഒരു ആരവത്തിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമേതുമില്ല. എന്തായാലും ഈ ഏറ്റവും ആരാധക വൃന്ദങ്ങളുള്ള ഒരു ആനയെ അനുഗമിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ കണ്ട ആളുകൾ അത്രയും വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അധികം വൈകാതെ ക്ഷേത്രത്തിലേക്ക് രാമൻ പ്രവേശിക്കും. വേണു. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ നെയ്തലക്കാവ് ഭഗവതിയുടെ തിടംപേറ്റി പൂരനഗരിയിലേക്ക് എഴുന്നള്ളിക്കൊണ്ടിരിക്കുന്നു. നെയ്തലക്കാവിൽ നിന്നിറങ്ങിയത് മുതൽ രാമനെ നിരവധി പേരാണ് അനുഗമിക്കുന്നത്. വഴിനീളെ സ്വീകരണവും. ഹാഷ്മി താജ് ഇബ്രാഹിം ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ഹാഷ്മി, നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? വേണു, നല്ല കൊടും ചൂടാണ്. കൊടും ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടി വിയർക്കുന്ന തരത്തിലുള്ള അസാധ്യമായ ചൂടാണ്. പക്ഷേ ഈ പൂര നഗരിയിലേക്ക് ഒഴുകിയെത്തുന്ന ആയിരങ്ങൾക്ക്, പതിനായിരങ്ങൾക്ക്, ലക്ഷങ്ങൾക്ക് ഈ ചൂടൊന്നും ഒരു പ്രശ്നമല്ല. നല്ല ചൂടാണല്ലോ ചോദിക്കും. അവർ പറയുന്നത് നല്ല നല്ല നിലാവാണെന്നാണ് അവർ പറയുന്നത്. അവർക്ക് ഈ കൊടും ചൂട് ഒരു നിലാവ് പോലെ തോന്നുന്നുള്ളൂ. ഈ ഉച്ചസൂര്യൻ അല്ലെങ്കിൽ ഉച്ചയിലേക്ക് എത്തുമ്പോൾ ഉച്ചസൂര്യൻ ഒരു പൂർണ്ണ ചന്ദ്രനെ പോലെയാണ് തോന്നുന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ നിലാവത്ത് നമ്മളിങ്ങനെ വെട്ടി വിയർക്കും. വേണു, എന്തായാലും വലിയ ആവേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണു ഉറപ്പായും പൂരം കണ്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അത് പൂരം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു മനുഷ്യായുസ്സിൽ കാണേണ്ട ഒരു മഹാസംഭവമാണെന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. അതിൻ്റെ ഓരോ തവണ കാണുമ്പോഴും ഓരോരോ പുതിയ പുതിയ അനുഭവങ്ങൾ. ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ കുറേ തവണ വായിച്ചാലും അടുത്ത തവണ വായിക്കുമ്പോൾ ഇതാദ്യമായി വായിക്കുന്നു തോന്നുന്ന പോലെ ഇതൊരു 50 തവണ ഈ പൂരം കണ്ടാലും 51ാം തവണ കാണുമ്പോഴേക്കും ഈ പൂരം നവ്യാനുഭവമാണ്. ഈ ആനകൾ നവ്യാനുഭവമാണ്. ഇവിടെ കാണുന്ന കാഴ്ചകൾ, താളമേള വിസ്മയങ്ങളൊക്കെ നവ്യാനുഭവമാണ്. ഇപ്പോൾ ചെമ്പൂക്കാവ് ഭഗവതിയുടെ ഇവിടെ നിന്നുള്ള മടക്കമാണ്. ഇപ്പോഴും ചെമ്പട കൊട്ടി പെരുക്കി അങ്ങനെ നിൽപ്പാണ്. കാരമുക്ക് ഭഗവതി, ലാലൂർ, ചൂരക്കാട്ടുകാവ്, അയ്യന്തോൾ ഭഗവതി, നെയ്തലക്കാവ് ലമ്മയെ പുറത്തേറ്റിക്കൊണ്ടുള്ള തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ വരവ് കാത്ത് ഇവിടെ ആയിരങ്ങളായിരം, നേരത്തെ അശ്വിൻ പാലാഴി പറയുന്ന പോലെ വഴിനീള തെച്ചിക്കോട്ടുകാവ് രാമനെ പ്രകീർത്തിച്ച് വാഴ്ത്തിപ്പാടി ഇങ്ങോട്ടേക്ക് രാമൻ വരികയാണ്. രാമൻ ഇവിടെ ഒരു ഗംഭീരമായ സ്വീകരണം എന്ന് പറഞ്ഞാൽ രാമൻ ഏതെങ്കിലും പൂരത്തിന് വരുന്നതല്ല, രാമൻ വരുന്നിടത്തൊക്കെ പൂരം എന്നാണ് രാമൻ ആരാധകരുടെ പക്ഷം. എന്ന് പറഞ്ഞാൽ ഒരു ആനയ്ക്കൊക്കെ ഇത്രയും വലിയ ആരാധക വൃന്ദം ഉണ്ടാകുമോ, ഒരു ആനയല്ലേ എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അത് ഇവിടെ വന്നാൽ നമ്മൾ ഞെട്ടിപ്പോകും. കാര്യം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ രാമേട്ടൻ എന്ന് വിളിക്കുന്ന കുറേ അധികം ആളുകൾ. രാമേട്ടൻ വന്നോ എന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടിലെ ഒരാൾ വന്നോ എന്നൊക്കെ ചോദിക്കുന്ന, അതേ വികാര വായ്പിൽ ചോദിക്കുന്ന ആളുകളെ കണ്ടോ, അതൊരു വേറൊരു ഫീലാണ്. അതേതെങ്കിലും സിനിമാ താരങ്ങൾക്ക് കിട്ടുന്ന ഒരു ആരാധനയുടെ സ്വഭാവത്തുള്ള ആരാധനയല്ല. രാമനെ കാത്തായിരക്കണക്കിന് ആളുകൾ ഇവിടെ നിൽക്കുന്നു. അതിനുശേഷം മഠത്തിൽ ഒരു പഞ്ചമാദ്യം, അങ്ങനെ മദ്ദളവും ചെങ്ങലയും കൊമ്പും കുഴൽവിളിയും ശംഖുമൊക്കെ മുഴങ്ങുന്ന വല്ലാത്തൊരു മാജിക്കനായി, കോങ്ങാട് മധുവിന്റെ നേതൃത്വത്തിലുള്ള മാജിക്കനായി കാത്തിരിക്കുന്നു കുറേ അധികം പേർ. അതല്ല, ഇനി പഞ്ചവാദ്യമല്ല, ഏറ്റവും പുരാതനമായ ചെണ്ട പാണ്ഡിമേളത്തിനായി കാത്തിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള സ്പെഷ്യലിസ്റ്റ് ആരാധകരുണ്ട്. അവർ എലിഞ്ഞിത്തറ മേളത്തിനായി കാത്തിരിക്കുന്നു. കീഴൂട്ടനിയന്മാരാർ എല്ലാവിധ സെറ്റപ്പും ഒരുക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരേ സമയം ഒരേ മനസ്സോടെ 100-300 മനുഷ്യർ ഒരേ താളത്തിൽ കൂട്ടി. ഇപ്പോൾ വേണു, ഈ പാണ്ഡി എന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് പോകാൻ, എളുപ്പത്തിൽ പോകാൻ ചാൻസ് ഉള്ള ഒന്നാണ്. അത് കയ്യിൽ നിന്ന് പോയാൽ പിന്നെ തിരിച്ചു പിടിക്കാനും പറ്റാത്ത താളമാണെന്നാണ് ചെണ്ട പാണ്ഡ്യയെ പറ്റി പറയാറ്. അങ്ങനെ ഒരിക്കൽ പോലും കൈവിട്ടു പോകാതെ തിരിച്ചു പിടിക്കാൻ ഇടവരാതെ ഒരൊറ്റ നോട്ടത്തിൽ ഒരൊറ്റ മനസ്സിൽ 10-150 പേർ ഒരേ മനസ്സോടുകൂടി കൊട്ടുന്ന ഓർക്കസ്ട്ര സിംഫണി, അത് ലോകത്തെ ഏറ്റവും മഹത്തായ സിംഫണിയാണ്. ഒരിക്കൽ കൂടി തൃശ്ശൂർ പൂരം നഗരിയിൽ നിന്ന് നമുക്ക് പറയാം, തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ദ ഗ്രേറ്റസ്റ്റ് ഇവന്റ് അല്ലെങ്കിൽ ദ ഗ്രേറ്റസ്റ്റ് ഷോ ഇൻ ദ ഹോൾ പ്ലാനറ്റ് എർത്ത്. ഈ ഊഴി മലയാളത്തിലെ അല്ലെങ്കിൽ ഈ ഊഴിയിലെ ഏറ്റവും വലിയ മഹത്തരമായ ഒരു സംഭവമാണ്, ഒരു ആഘോഷാനുഭവമാണ് തൃശ്ശൂർ പൂരം. ആഘോഷാനുഭവത്തിൽ അലിഞ്ഞു ചേർന്ന്, അലിഞ്ഞില്ലാതായി, അലഞ്ഞ് പൂരനഗരിയിൽ കൂടി പൂരാരാധകർ ആകാശത്തെ കൈകൾ വീശി താളത്തിന് ഏറ്റുപാടിയും ആനകളെ കണ്ടങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ്. ചില ആളുകൾക്ക് ആനകൾക്ക് മുന്നിൽ നിർനിമേഷമായി നിൽക്കുന്ന കാണാൻ കഴിയുമ്പോൾ ആനകളെ കണ്ട് അങ്ങനെ മതിമറന്നും താളമേളങ്ങൾ കേട്ടും നിറങ്ങൾ കേട്ടും
പട്ടിണി അറിയാതെ, വെയിലറിയാതെ, ചൂടറിയാതെ പൂരം ഈ അടുത്ത ഈ വരുന്ന 36 മണിക്കൂറുകൾ അത് വേറെ ലെവലാണ്. വേണു.